പറവൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതുവിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് ഫയൽ ചെയ്യും. ഇയാൾ വീട് കയറി നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൊല്ലപ്പെട്ട 3 പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു. ശ്യാം, പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമോ? വിശദാംശങ്ങൾ എന്താണ്? ഈ ജിതിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? മോത്തി, ചേന്ദമംഗലം കൊലപാതകം മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ പ്രതി ഋതു ജയനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. ഇതിൽ പ്രധാനമായിട്ടും ഇന്ന് തന്നെ ഈ കസ്റ്റഡി അപേക്ഷ നൽകും. പറവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതിയിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുക. ഒരുപക്ഷെ ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ കേൾക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് പ്രതിയെ വിടും. അതല്ല എങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി 5 ദിവസത്തെ കസ്റ്റഡി ഒരുപക്ഷെ നൽകാനും സാധ്യതയുണ്ട്. ഈ കേസിൽ പ്രധാനമായിട്ടും ഈ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, അതായത് വീട് അതിക്രമിച്ച് കയറൽ, കൊലപാതകം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഈ 2 വീടുകൾ, അപ്പുറവും ഇപ്പുറവുമുള്ള 2 വീടുകളാണ് ഇവരുടേത്. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയത്. അതിനുശേഷം ആ വീട്ടിലെ വാഹനവും എടുത്ത് പുറത്തു പോയി പോലീസിന് മുമ്പാകെ ചെല്ലുന്നു. പോലീസിനോട് പറയുന്നു താൻ ഇവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ കൊലപാതകമൊക്കെ നടത്തിയ ശേഷം ഇന്നലെ പ്രതിയെ റിമാൻഡിൽ വിട്ട സമയത്ത് പോലും ഒരു തരത്തിലുള്ള ഒരു കുറ്റബോധമോ ഒന്നുമില്ലാതെ വളരെ ചിരിച്ചാണ് ഇയാൾ ആലുവ സബ് ജയിലിലേക്ക് കയറിയത് എന്നാണ് ജയിൽ വകുപ്പ് ജീവനക്കാരും മറ്റുമൊക്കെ നമ്മളോട് പങ്കുവച്ചത്. നിലവിൽ ഇപ്പോഴും ഒരു കുറ്റബോധവും ഇയാൾക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ തന്നെ കോടതിയിൽ നിന്ന് ഇറക്കുമ്പോൾ നാട്ടുകാരടക്കം പ്രതിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചകളും നാം കണ്ടതാണ്. കാരണം ഒരു നാടിനെ മൊത്തത്തിൽ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ സുരക്ഷയൊക്കെ കർശനം ആക്കിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ആ രീതിയിലുള്ള സുരക്ഷയോടുകൂടി തന്നെയായിരിക്കും പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുക. ഏതായാലും നിലവിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഗുരുതരമായി കിടക്കുകയാണ് ഈ ഋതുവിൻ്റെ അടിയേറ്റ് ചികിത്സയിലുള്ള ജിതിൻ്റെ ശസ്ത്രക്രിയ ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി ശസ്ത്രക്രിയയും മറ്റും കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. അപകടനില പൂർണ്ണമായിട്ടും തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാരും വ്യക്തമാക്കിയിട്ടുള്ളത്. വരും മണിക്കൂറുകൾ കൂടി കൂടുതൽ നിരീക്ഷണം വേണ്ടിവരും എന്ന് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.